അത്രയും ഒരു കാര്യം വാങ്ങിയത് ക്രോഷയാണ്. നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാം. റൈറ്റ് സ്റ്റോറി അബൌട്ട് പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ്. ഹലോ ഗൈസ്, വെൽക്കം ടു എപ്പിസോഡ് 2 ഓഫ് തിങ്സ് ടു ഡു വെൻ ബോർഡ്. നമ്മൾ ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ എത്ര മാസമായി? 2 മാസത്തിലധികം ആയിട്ടുണ്ട്. അപ്പം അതിന് അത്രയും വലിയ ഡിലേ വന്നിട്ടുണ്ട് ഈ ഒരു 2ാമത്തെ എപ്പിസോഡ് അപ്ലോഡ് ചെയ്യുന്നതിന്. അതുകൊണ്ട് ഒരു സോറി. എന്തായാലും ഫസ്റ്റ് എപ്പിസോഡ് അപ്ലോഡ് ചെയ്ത സമയത്ത് കുറേ പേർക്ക് ഇഷ്ടമായി, നല്ല റെസ്പോൺസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സെക്കൻഡ് എപ്പിസോഡ് അപ്ലോഡ് ചെയ്യാം, നിങ്ങൾ കുറച്ച് സജഷനൊക്കെ പറയുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റ് ഇട്ട സമയത്തൊക്കെ ഞാൻ ഈ ഒരു സീരീസ് പെട്ടെന്ന് തന്നെ എപ്പിസോഡ് അടുപ്പിച്ച് ഇങ്ങനെ ഇട്ടു പോകാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു പോസ്റ്റൊക്കെ ഇട്ടത്. പോസ്റ്റ് ഇട്ട സമയത്ത് നിങ്ങൾ കുറേ സജഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഇത് ട്രൈ ചെയ്ത് നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എന്താ ആ സമയത്ത് അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത് പോകാൻ പറ്റിയില്ല. അതിന് സോറി. എന്തായാലും സെക്കൻഡ് എപ്പിസോഡുമായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. നമുക്ക് സെക്കൻഡ് എപ്പിസോഡിൽ എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ പ്രൊപ്പഗേറ്റ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ടേക്ക് കെയർ ഓഫ് പ്ലാന്റ്സ് ആണ്. എനിക്ക് പേഴ്സണലി പ്ലാന്റ്സ് ഇങ്ങനെ റൂമിൽ ഉണ്ടാവുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ അങ്ങനെ പ്ലാന്റ്സ് ടേക്ക് കെയർ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരാളല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണെങ്കിലും എപ്പോഴും ടേക്ക് കെയർ ചെയ്ത് കൊണ്ടുവരാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും കെയറിങ് ആവശ്യമില്ലാത്ത 2 പ്ലാന്റ് ആണ് എൻ്റെ റൂമിലുള്ളത്. ഒന്ന് സ്നേക്ക് പ്ലാന്റ് ആണ്, അത് വെള്ളത്തിലാണ് കേട്ടോ. അതുപോലെ തന്നെ മണി പ്ലാന്റും വെള്ളത്തിലാണുള്ളത്. അതുകൊണ്ട് എപ്പോഴൊന്നും അതിനെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. വെള്ളം കുറയുമ്പം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. പിൻട്രസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പം ഇങ്ങനെ മഗ്ഗിലൊക്കെ പ്ലാന്റ്സ് വെക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം ഇത് കുറച്ച് പഴയ മഗ്ഗൊന്നുമല്ല, കുറച്ച് പുതിയ മഗ്ഗൊക്കെ തന്നെയാണ്. എന്നാലും ഇതിലെന്തെങ്കിലും കുഴിച്ചിട്ട് നോക്കുക, നല്ല രസമല്ലേ കാണാൻ, റൂമിൽ വെച്ചുകൂടെ, ടേബിളിൽ വെച്ചുകൂടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഇതിൽ കുറച്ച് മണ്ണ് നിറച്ച് എന്തെങ്കിലുമൊക്കെ കുഴിച്ചിടാന്ന് വിചാരിച്ചിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ പുതിയ മഗ്ഗൊന്നും എന്നെ പോലെ എടുത്ത് കൊണ്ടുവരണ്ട. എന്തെങ്കിലും കുഴിച്ചിടണമെങ്കിൽ വീട്ടിലൊക്കെ ചോദിച്ചിട്ട് പഴയ മഗ്ഗ് ഉണ്ടെങ്കിൽ അങ്ങനെ കുഴിച്ചിട്ടാൽ മതി. ഇല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും പോട്ട് ഉണ്ടെങ്കിൽ അതിലൊക്കെ വെച്ചാൽ മതി. റൂമിൽ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഇനിയും വേണമെന്ന് ഞാൻ വിചാരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. അപ്പം അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് വേരൊക്കെ വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയും എടുത്തു വെച്ചിട്ടുണ്ട്. എനിക്ക് എപ്പോഴും ചെടി നോക്കാൻ പറ്റൂല എന്ന് പറയുന്നുണ്ടെങ്കിലും ഡെയിലി എന്തെങ്കിലുമൊക്കെ നനയ്ക്കണം, അങ്ങനെയൊക്കെ ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കുറച്ച് മുന്നേ ഒക്കെ ഞാൻ അങ്ങനെ ചെയ്യായിരുന്നു. ഇപ്പം മടി പിടിച്ചിട്ട് ഒന്നും ചെയ്യാറില്ല, സമയവും ഉണ്ടാവാറില്ല. പക്ഷെ ഇതൊക്കെ സമയം കണ്ടെത്തി ചെയ്യേണ്ട കാര്യങ്ങളാണ്. സോ എനിക്കിങ്ങനെ കുറച്ചധികം പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാക്കണം എന്നൊക്കെ ഉണ്ട്. റൂമിൽ കുറച്ചും കൂടെ പ്ലാന്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഒന്ന് പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ഒക്കെ ആക്കി എടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യണം. ആ ഒരു മഗ്ഗിൽ ഈ കുഞ്ഞു മണി പ്ലാന്റ് ആണ് ഞാൻ കുഴിച്ചിട്ട് കൊടുക്കുന്നത്. ഇത് നമുക്ക് എന്നിട്ട് ടേബിളിലോ അല്ലെങ്കിൽ റൂമിലോ എവിടെയെങ്കിലും ഒക്കെ വെക്കാം. ഞാൻ പണ്ടൊക്കെ ഇങ്ങനെ മണി പ്ലാന്റ് ലീവ്സ് കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ വേര് വരുത്താൻ വേണ്ടിയിട്ട് വെക്കുമായിരുന്നു. വേര് വരുമ്പം കാണാൻ ഭയങ്കര രസമാണ്. അതുപോലെ നമുക്ക് ഇങ്ങനെ ഒരു ഹാപ്പിനെസ് കിട്ടും ഈ വേരൊക്കെ ഇങ്ങനെ വരുന്നത് കാണുമ്പം. ഇടയ്ക്കിടയ്ക്ക് നോക്കും വരുന്നുണ്ടോ എന്നൊക്കെ. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് സ്ക്രോളിങ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കുക. ഞാൻ ഭയങ്കര പ്ലാന്റ്സ് ടേക്ക് കെയർ ചെയ്ത് പറയാലോ, ഞാൻ അങ്ങനെ എക്സ്പേർട്ട് ഒന്നും അല്ല. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പം ഒരു പ്രത്യേക ഹാപ്പിനെസ് കിട്ടും. അതുപോലെ നിങ്ങൾ ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റ്സ് വേറൊരാൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുകയും ചെയ്യാം. ഇതൊരു ഹാൻഡ് മെയ്ഡ് അല്ലെങ്കിൽ ഹോം മെയ്ഡ് ഗിഫ്റ്റ് പോലെ തന്നെ, പക്ഷേ ഈവൻ ബെറ്റർ. നിങ്ങൾ ആക്ച്വലി അവർക്കൊരു സ്മോൾ പീസ് ഓഫ് ഹാപ്പിനെസ് ആണ് കൊടുക്കുന്നത്. നിങ്ങൾ വളർത്തി വലുതാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ബേബി പ്ലാന്റിനെയാണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. അത് അവരുടെ കയ്യിൽ കിട്ടിയിട്ട് അവരത് നനയ്ക്കുമ്പോഴും ഇത് വളരുമ്പോഴൊക്കെ നിങ്ങൾ ഓർക്കുകയും ചെയ്യും. ഇത് ആക്ച്വലി ഒരു പ്രൊജക്റ്റ് പോലെ ആയിട്ടുണ്ട്. ഡെയിലി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും. അതൊരു റൊട്ടീൻ്റെ ഭാഗമായിട്ട് മാറും. നമ്മൾ കുറച്ചുകൂടി പ്രൊഡക്റ്റീവ് ആയ പോലെ ഫീൽ ചെയ്യുകയും ചെയ്യും. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യേണ്ടത് അതൊക്കെയാണ് പറഞ്ഞത്. എനിക്ക് ഓരോ എപ്പിസോഡിലും മിനിമം 2 ഐഡിയാസ് പറഞ്ഞു തരണമെന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഞാൻ കുറച്ച് ദിവസം മുന്നേ എടുത്തു വെച്ചതാണ്, ഈ പ്ലാന്റ്സിൻ്റെത്. ഇനി അടുത്ത ഒരു ഐഡിയയും കൂടെ ചെയ്തിട്ട് 2ഉം കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു വീഡിയോ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അത് ചെയ്യാനുള്ള ഒരു ഇത് കിട്ടിയില്ല. ഈ വീഡിയോ നാളെ അപ്ലോഡ് ചെയ്താൽ മാത്രമേ എനിക്ക് കറക്റ്റായിട്ട് അടുത്ത വീഡിയോ ഞാൻ കുറച്ച് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ ഈ വീഡിയോ പബ്ലിഷ് ചെയ്താൽ മാത്രമേ എനിക്ക് അടുത്ത വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലാണ് എൻ്റെ പ്ലാൻ പോലെ കാര്യങ്ങൾ നടക്കുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ച് ഐഡിയാസ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. പിന്നെ എനിക്ക് എന്തൊക്കെ ഐഡിയ ചെയ്യാൻ ആഗ്രഹമുണ്ട് അതൊക്കെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുപോലെ നിങ്ങളോട് കുറച്ച് സജഷൻ പറഞ്ഞുതരാൻ പറഞ്ഞപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഒക്കെ നിങ്ങളെ സജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. എനിക്ക് എന്താ ചെയ്യാൻ ആഗ്രഹം, ഈ ഒരു ഹോബി, ഈ ഒരു സീരീസിൽ എനിക്ക് എന്ത് പഠിക്കാനാണ് അല്ലെങ്കിൽ എന്ത് ഹോബിയാണ് പുതുതായിട്ട് കണ്ടെത്തേണ്ടതെന്ന് ചോദിച്ചാൽ, കണ്ടെത്തേണ്ടതെന്നല്ല ചെയ്യാൻ ആഗ്രഹമെന്ന് ചോദിച്ചാൽ ഞാൻ പറയാ ക്രോഷയാണ്. ക്രോഷേ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ ആയി വിചാരിക്കുന്നു. പക്ഷെങ്കിൽ എനിക്ക്
അതിൻ്റെ സാധനങ്ങൾ എന്ത് വാങ്ങിക്കണം എന്നറിയില്ല. അതിനെന്തോ നീഡിലുണ്ട്, എത്ര ഉള്ള നീഡിലുണ്ട്, അത് എങ്ങനെ ഏത് യൂസ് ചെയ്താലാണ് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുകയെന്ന് എനിക്കറിയില്ല. അതുപോലെ യാണ് വാങ്ങിക്കാനുണ്ട്. ഇതൊക്കെ എന്ത് വാങ്ങിക്കണം എന്ന് അറിയാത്തതുകൊണ്ടാണ് എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാത്തത്. കുറച്ച് പേര് ജേണൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ജേണൽ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നതുകൊണ്ട് അറിയാലോ ജേണൽ എങ്ങനെയാണ്, എങ്ങനത്തെ ടൈപ്പ് ജേണൽ ഉണ്ടെന്ന്. ഇപ്പോൾ അറിയാത്തവരായിട്ട് ആരുമില്ല. അറിയാത്തതെന്ന് മാത്രമല്ല, ജേണൽ ഭയങ്കര കോമൺ ആയിട്ട് എല്ലാം കാണുന്നതുകൊണ്ട് ഞാൻ വീണ്ടും ജേണലിങ്ങിനെ പറ്റി പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഫസ്റ്റ് എപ്പിസോഡിൽ ഞാൻ ജേണലിങ്ങിനെ പറ്റിയൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി എൻവലപ്പ് ഐഡിയാസ് ഒക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അത് നല്ലൊരു ഐഡിയ ആണ്. പിൻട്രസ്റ്റ് നോക്കിയപ്പോൾ തന്നെ ഞാൻ പല ടൈപ്പ് എൻവലപ്പ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. എനിക്ക് എൻവലപ്പ് അതൊരു സിമ്പിൾ എൻവലപ്പ് ആയാലും എനിക്ക് ചെയ്യാൻ ഭയങ്കര ടഫാണ്. 2025 പ്രപ്പ് വീഡിയോയിൽ ഞാൻ ഒരു എൻവലപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ എൻവലപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. എനിക്ക് ഒട്ടും പറ്റൂല. ഭയങ്കര സിമ്പിളായിട്ടുള്ളതാണെങ്കിലും എനിക്ക് തീരെ പറ്റുന്നില്ല. പിന്നെ ഞാനങ്ങനെ എൻവലപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഞാൻ പിന്നെ 2 പ്രാവശ്യം ഞാൻ എൻവലപ്പ് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. വേറെ ഐഡിയാസ് ഡൂഡിൽ ആർട്ടൊക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതും നമുക്ക് പരിഗണിക്കാം. അടുത്തത് ക്ലീനിങ് പറഞ്ഞിട്ടുണ്ട്. ക്ലീനിങ് ഒരു നല്ല ഓപ്ഷനാണ് ഈ ബോറടിക്കുമ്പം ചെയ്യാൻ പറ്റിയതിൽ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന സംഭവമാണ് ക്ലീനിങ്. വെറുതെ ഇരിക്കുമ്പോൾ ക്ലീനിങ് ഒക്കെ ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ്. പക്ഷേ ഇപ്പോൾ വെറുതെ ഇരിക്കാൻ എനിക്ക് സമയം കിട്ടാറില്ല. ആകെ സാറ്റർഡേ സൺഡേ ഉണ്ടാവും. ആ 2 ദിവസം വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാവും. അതുകൊണ്ട് വെറുതെ ഇരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ക്ലീനിങ് ചെയ്യാറില്ല. ക്ലീനിങ് ഒക്കെ ചെയ്യാം. പിന്നെ കുക്കിംഗ് പറഞ്ഞിട്ടുണ്ട്. കുക്കിങ്ങും എനിക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. കുക്കിംഗ് എന്ന് പറയുമ്പം ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്ത ഭയങ്കര സിമ്പിളാണ്, പക്ഷേ നല്ല ടേസ്റ്റി ആവണം. പിന്നെ ചെയ്ത് വന്ന് അത് സെർവ് ചെയ്യുമ്പോൾ കുറച്ച് എസ്തെറ്റിക് ആവണം. കാണാൻ നല്ല രസമുള്ള എന്തെങ്കിലും ഡിഷ് ഉണ്ടാക്കി നോക്കണം. നമുക്ക് അതും പരിഗണിക്കാം. ലെറ്റർ ടു ബെസ്റ്റ് ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട്. അതും നല്ലൊരു ഐഡിയ ആണ്. നമുക്ക് എൻവലപ്പ് ഉണ്ടാക്കുന്നതും പരിഗണിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ലെറ്റർ ടു ബെസ്റ്റ് ഫ്രണ്ട്സും കൂടെ ചെയ്യാം. ഹാൻഡ് മെയ്ഡ് ഐറ്റംസ്, മീറ്റ് ഫ്രണ്ട്സ്. മീറ്റ് ഫ്രണ്ട്സൊക്കെ നമുക്ക് ബോറടിക്കുമ്പോൾ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ്. പക്ഷേങ്കിൽ നമുക്കിപ്പോൾ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ പെട്ടെന്ന് ബോറടിക്കുന്നുണ്ട് ഞാൻ വരിക എന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാവർക്കും അങ്ങനെ പറ്റണമെന്നില്ല. ഞങ്ങളൊക്കെ മീറ്റ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് മീറ്റ് ചെയ്യും. പക്ഷേ പെട്ടെന്ന് ഇപ്പം ബോറടിക്കുന്നുണ്ട്, ഇപ്പം ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ പോകുന്ന ആൾക്കാരല്ല ഞങ്ങൾ ജസ്റ്റ് ഒന്ന് എങ്ങനെയായാലും ഒന്ന് പ്ലാൻ ചെയ്തിട്ടാണ് മീറ്റ് ചെയ്യാറ്. അതുകൊണ്ട് അങ്ങനെ നടക്കുമെന്ന് തോന്നുന്നില്ല. പിന്നെ വാച്ച് യുവർ ഫേവറേറ്റ് ചൈൽഡ്ഹുഡ് മൂവി എന്ന് പറയുന്നുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. ഞാൻ കണ്ട സിനിമേനെ കാണും. ചിലർക്ക് കണ്ട സിനിമ വീണ്ടും കാണാൻ പറ്റില്ല. പക്ഷേ എനിക്കൊരു സിനിമ ഇഷ്ടമാണെങ്കിൽ അത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പുതിയ സിനിമ കാണുന്നതും ഇഷ്ടമാണ്. പുതിയ സിനിമ മീൻസ് ഞാൻ ഇതുവരെ കാണാണ്ട് ഫസ്റ്റ് ടൈം മൂവി കാണുന്നത് ഇഷ്ടമാണ്. അതുപോലെ തന്നെ കുറച്ച് മുന്നേ ചെറുപ്പത്തിൽ കണ്ട മൂവീസൊക്കെ എനിക്ക് ഇപ്പം കാണുമ്പോൾ ഒക്കെ കുറച്ചൊരു നല്ല രസമാണ്. എനിക്കത് ഇഷ്ടമാണ്. റൈറ്റ് സ്റ്റോറി അബൌട്ട് യുവർ സെൽഫ്. അതും നല്ല ഐഡിയ ആണ്. നമുക്ക് നമ്മളെ പറ്റി തന്നെ നമ്മളെ മെയിൻ ക്യാരക്ടറാക്കി വെച്ചിട്ട് സ്റ്റോറി എഴുതാം. നമ്മുടെ തന്നെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങൾ വെച്ചിട്ട് സ്റ്റോറി എഴുതാം. അല്ലെങ്കിൽ നമുക്ക് ഇമാജിൻ ചെയ്ത് എഴുതാം. നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എത്തുമ്പം നമ്മൾ ഭയങ്കര നമ്മൾ കുറച്ച് അടിപൊളിയായിട്ട് കാണിക്കുന്ന കുറച്ച് സ്റ്റോറീസ് നമുക്ക് തന്നെ വെറുതെ ഇരിക്കുമ്പോൾ എഴുതാം. മേക്ക് പിൻട്രസ്റ്റി ബ്രേസ്ലെറ്റ്സ് ആൻഡ് കീ ചെയിൻ. എനിക്ക് പണ്ട് മുതലേ ചെയ്യാൻ ആഗ്രഹമുണ്ട്. പല പിൻട്രസ്റ്റി ആയിട്ടുള്ള ബീഡ്സ് ഒക്കെ വാങ്ങിച്ചിട്ട് ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുക. അതൊക്കെ ഞാൻ പണ്ടേ നോട്ടം ഇട്ട് വെച്ച സംഭവമാണ്. പക്ഷെ ഇങ്ങനത്തെ പിൻട്രസ്റ്റി ബ്രേസ്ലെറ്റ് ഉണ്ടാക്കേണ്ട ബീഡ്സ് ഇവിടെ അടുത്തൊന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ടൗണിൽ കോഴിക്കോടേക്ക് പോകണം. കോഴിക്കോട് തന്നെ എവിടെയാണ് കിട്ടുമെന്ന് എനിക്കറിയില്ല. അങ്ങനത്തെ ഷോപ്പൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കുക്കിംഗ് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ ആരും അങ്ങനെ പറയാത്ത കാര്യമാണ്. ആകെ ഒരാൾ മാത്രമേ ഞാൻ പറഞ്ഞു കണ്ടിട്ടുള്ളൂ. ഞാൻ കാണാത്തതാണോ എന്നറിയില്ല. പെയിൻറ്റിങ്. നമ്മളിപ്പം പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് കുറേ ഐഡിയാസ് ഇല്ലാത്ത സമയത്ത് നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു സംഭവമാണ് പെയിൻറ്റിങ്. നമ്മൾ വെറുതെ ചിത്രമൊക്കെ വരയ്ക്കാൻ നോക്കും. പക്ഷെ ഇപ്പം അങ്ങനെ ആരും പെയിൻറ്റിങ് ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. എന്തെങ്കിലുമൊക്കെ പെയിൻറ്റ് ചെയ്ത് നോക്കണം. നമുക്ക് റെഫറൻസ് പിക്ചർ എടുത്ത് അങ്ങനെ വരച്ച് പെയിൻറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്ത് നോക്കണം. അപ്പം ഇത്രയ്ക്ക് ഐഡിയാസാണ് നിങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത്. നിങ്ങൾ ഈ ഐഡിയാസിലൊക്കെ ഏതാണ് ഞാൻ അടുത്ത എപ്പിസോഡിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അത് വേഗം ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ ആലോചിക്കും എന്താ ചെയ്യാന്ന്. ഇത്ര ഐഡിയാസ് ഉണ്ട്, ഇതിലേത് ചെയ്യണം എന്ന് എനിക്ക് കൺഫ്യൂഷൻ ആവും. അപ്പോൾ കൺഫ്യൂഷൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. ഞാനിങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും എന്താ ഇപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അതുകൊണ്ട് എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. നിങ്ങൾ എന്തായാലും ഈ ഐഡിയാസിൽ ഏതാണ് ചെയ്യേണ്ടത് എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിൽ ഒരു മെജോറിറ്റി ആൾക്കാർ എന്താണ് പറയുന്നത് നോക്കിയിട്ട് അതിൽ 2 ഐഡിയാസ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിലേക്ക് ഇടാം. അത് കഴിഞ്ഞിട്ടുള്ള എപ്പിസോഡിൽ നമുക്ക് വേറെ ഇടാം.
അതുപോലെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയണമെന്ന് വിചാരിച്ചൊരു സംഭവമൊന്നുമല്ല. ഞാൻ ഈവനിങ് വ്ലോഗ് ഇട്ട സമയത്ത് എന്തോ പറയുമ്പം എന്നോട് മറന്നുപോയി എന്നുള്ളൊരു വേർഡ് ഞാൻ പറഞ്ഞു. വേർഡല്ല, അങ്ങനൊരു ഇത് ഞാൻ പറഞ്ഞു. അങ്ങനെ പലരും പറയാറില്ല, പല ജില്ലക്കാരും അങ്ങനെ പറയാറ്. കോഴിക്കോട് ജില്ലയിലെ എല്ലാവരും ഇങ്ങനെ പറയുന്നതാണ് എൻ്റെ ഒരു ഇത്. ഇനിയിപ്പോൾ കോഴിക്കോട് എൻ്റെ ഒരു ഏരിയയിലേക്കുള്ള ആൾക്കാരാണോ ഇങ്ങനെ പറയുന്നത് എന്ന് എനിക്കറിയില്ല. എന്നോട് മറന്നുപോയിന്ന് പല സ്ഥലത്തും പറയൂല എന്ന് ഞാൻ പിന്നെയാണ് മനസ്സിലാക്കിയത്. എന്നോട് മറന്നുപോയിന്ന് ഇതിന് പകരം ഞാൻ മറന്നുപോയി അങ്ങനെ പറയാം. പക്ഷെ ഞാൻ മറന്നുപോയിന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതെനിക്കൊരു പുതിയ അറിവാണ്. ആക്ച്വലി എൻ്റെ സ്ലാങ് ഇങ്ങനെയല്ല, ഞാൻ പറയുന്ന പോലെയല്ല എൻ്റെ ഒറിജിനൽ സ്ലാങ്. എൻ്റെ ഒറിജിനൽ സ്ലാങ്ങിൽ പറയാൻ നിന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പലതും മനസ്സിലാവില്ല. ഇപ്പം എന്നോട് മറന്നുപോയി എന്ന് പറയുന്ന പോലെ ആയിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവാണ്ടൊക്കെ. അതുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള സ്ലാങ് ഒക്കെ ആക്കിയിട്ടാണ് പറയുന്നത്. കോഴിക്കോടുള്ളവരൊന്ന് പറയണം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ മാത്രമാണോ എന്നോട് മറന്നുപോയി എന്ന് പറയുന്നത്? ഞാൻ മീൻസ് ഇവിടെ ഉള്ളവർ മാത്രമാണോ എന്നോട് മറന്നുപോയി എന്ന് പറയുന്നത്? കോമഡി ആയിട്ട് തോന്നുന്നു. ഇപ്പം എനിക്കിപ്പോൾ ഞാൻ മറന്നുപോയി എന്നോട് മറന്നുപോയി രണ്ടും ഭയങ്കര കോമഡി ആയിട്ട് തോന്നുന്നു. എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിപ്പോയി. അതിനുശേഷം എന്നോട് മറന്നുപോയി എന്ന് പറയുമ്പോഴും എനിക്ക് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അല്ല, ഗ്രാമർ മിസ്റ്റേക്ക്. ഗൈസ്, ഇങ്ങനൊരു കാര്യം വാങ്ങിയത് എന്നോട് മറന്നുപോയി. ലൈറ്റ് വരുമ്പോൾ നല്ല രസമുണ്ട്. ഞാൻ വാങ്ങിച്ചിട്ട് പിന്നെ അതും അങ്ങനെയൊന്നും യൂസ് ചെയ്തില്ല. എന്നോട് മറന്നുപോയി ഇത് വാങ്ങിച്ച കാര്യം. അയ്യോ, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഞാൻ ഇട്ട ക്ലിപ്പില്ലേ, അത് ഞാനിപ്പം ക്ലിപ്പ് എടുത്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടപ്പം അതിൽ ഞാൻ പറയുന്നത് എന്നോട് മറന്നുപോയിന്ന. എന്നോട് മറന്നുപോയിന്ന് മാത്രം എനിക്കത് മാറ്റാൻ പറ്റുന്നില്ല. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എന്തൊക്കെയോ അതിൻ്റെ ഇടയ്ക്ക് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടാവുമെന്ന് എനിക്ക് അറിയില്ല. ഇത് ഭയങ്കര അത്രക്കൊന്നും ഇല്ലാത്തൊരു വീഡിയോ ആണ്. കുറച്ച് സിമ്പിളായിട്ട് അടിപൊളി വീഡിയോ അങ്ങനെയൊന്നും പറയാൻ പറ്റാത്തൊരു വീഡിയോ ആണ്. എന്നാലും നിങ്ങൾ ഇതുവരെയൊക്കെ കണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. പിന്നെന്താ പറയേണ്ടത്, മെയിനായിട്ട് എനിക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്നുള്ളൊരു ഗോളിലാണ് ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ എന്താ പറയേണ്ടത്, ഇപ്പോൾ ഒരു കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു ബ്രേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ കൺസിസ്റ്റൻസി പിന്നെ കിട്ടൂല. അപ്പോൾ ഞാൻ എഴുതി വെച്ച പ്ലാൻ കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് എനിക്ക് ഈ വർഷം പ്ലാൻ ചെയ്ത് വെച്ച വീഡിയോസൊക്കെ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്ത് പോകാൻ പറ്റും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോസൊക്കെ ഇടുന്നത്. എന്നാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ കുറച്ച് ഐഡിയാസൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചപ്പോൾ നിങ്ങൾക്ക് കുറേ ഇഷ്ടമായി, നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷമായി. ഒന്നാമത് എനിക്കിങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഞാൻ ഓവർ തിങ്ക് ചെയ്യും. ഇനിയിപ്പോൾ ഇരുന്ന് സംസാരിച്ചിട്ട് ആൾക്കാർക്ക് ഇഷ്ടമായില്ലെങ്കിലോ എനിക്ക് ഭയങ്കരമായിട്ട് ഒരുമാതിരി എങ്ങനെ ഇരുന്ന് സംസാരിക്കണമെന്നൊക്കെ തോന്നും ഇടയ്ക്ക്. അപ്പോൾ എനിക്ക് അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ ഞാൻ കുറച്ചുകൂടി ജെന്യുവിനായിട്ട് നിൽക്കാം. എനിക്കിങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി ജെന്യുവിനായിട്ട് കുറച്ചുകൂടി റിയലായിട്ട് ചെയ്തു പോകാൻ പറ്റുന്നുണ്ട്. എഡിറ്റിങ് സ്പീഡിൽ കഴിയുന്നുണ്ട്. അതൊക്കെ കൊണ്ടാണ് ഞാനിങ്ങനെ കുറച്ച് എല്ലാ വീഡിയോസിലും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുന്നത്. നിങ്ങൾക്ക് ബോറടിക്കുമെന്ന് എനിക്കറിയില്ല, ബട്ട് സ്റ്റിൽ ബോറടിക്കില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബോറടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടമാവും. അത്രയ്ക്കാണ് ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അടുത്ത വീഡിയോ എൻ്റെ പ്ലാൻ അനുസരിച്ച് നടക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം, നിങ്ങളും പ്രാർത്ഥിക്കാം. അപ്പോൾ അത്രയ്ക്കാണ് ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡു സബ്സ്ക്രൈബ്. ബൈ. നിങ്ങൾ കമൻറ്റ് ചെയ്യുക അടുത്ത നമ്മുടെ ഈ ഒരു സീരീസിൻ്റെ 3rd എപ്പിസോഡിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. സോ അത്രയ്ക്കാണ് ഇന്നത്തെ വീഡിയോ. ബൈ.